ചിത്രകലാശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനുഷ്യ ശിരസിലെ വിവിധ അവയവങ്ങളായ കണ്ണ്, മൂക്ക്, ചെവി എന്നിവ എങ്ങനെ വരയ്ക്കാമെന്ന് കഴിഞ്ഞ ഭാഗങ്ങളിൽ നാം പഠിച്ചു കഴിഞ്ഞു. മുഖഭാവങ്ങൾ എങ്ങനെ വരയ്ക്കാം എന്നാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. മുഖഭാവങ്ങൾ വ്യക്തമായും ഭംഗിയായും വരച്ചു കാണിക്കുക എന്നത് ഒരു കലാകാരനെ സംബന്ധിച്ച് ഒരു വെല്ലുവിളി തന്നെയാണ്. ഒരു കഥാപാത്രത്തിന് ജീവൻ നൽകുന്നത്, വ്യക്തിത്വം നൽകുന്നത് ഭാവങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഭാവങ്ങൾ വ്യക്തമായും ഭംഗിയായും വരയ്ക്കുവാൻ പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇമോഷൻസ്, വിവിധ വികാരങ്ങൾ മുഖഭാവങ്ങളിലൂടെയും കൈകാലുകൾ തുടങ്ങിയ മറ്റ് ശരീരഭാഗങ്ങളുടെ ചലനങ്ങളിലൂടെയും നാം പ്രകടിപ്പിക്കാറുണ്ടെങ്കിലും മുഖഭാവങ്ങളാണ് പ്രധാനം. അതിൽ തന്നെ വായ, കണ്ണ്, പുരികങ്ങൾ എന്നിവയുടെ രൂപമാറ്റങ്ങളും ചലനങ്ങളും വളരെ പ്രധാനമാണ്. മുഖത്ത് ധാരാളം പേശികൾ ഉള്ളതായി നമുക്കറിയാം. ഇതിൽ ഭൂരിഭാഗവും വായ്ക്കും കണ്ണിനും ചുറ്റുമായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. മനുഷ്യമുഖം അത്യന്തം ഭാവപൂർണമാണ്. വായ, കണ്ണുകൾ, പുരികങ്ങൾ, മുഖസന്ധികൾ എന്നിവയിലെ ചെറിയ മാറ്റങ്ങൾ കൊണ്ട് തന്നെ വലിയ ഭാവവ്യത്യാസങ്ങൾ പ്രകടിപ്പിക്കാനാവും. മുഖഭാവങ്ങൾ ഭംഗിയായി വരയ്ക്കുവാനുള്ള കഴിവ് കലാകാരന്മാർക്ക് കോമിക്സ്, ആനിമേഷൻസ്, ഇല്ലസ്ട്രേഷൻസ്, പോർട്രേറ്റ്സ് എന്നിവകളിലൂടെ ആകർഷകമായ രീതിയിൽ കഥകൾ അവതരിപ്പിക്കാനും സന്ദേശം കാണികളിലേക്ക് പകരാനും സഹായിക്കുന്നു. മുഖത്തിന് എണ്ണമറ്റ വികാരങ്ങൾ ഭാവങ്ങളായി പ്രകടിപ്പിക്കാനാവുമെങ്കിലും മുഖഭാവങ്ങളെ പ്രധാനമായും 6 തരംതിരിച്ചിരിക്കുന്നു. സന്തോഷം, ദുഃഖം, ഭയം, ദേഷ്യം, അത്ഭുതം, വെറുപ്പ് എന്നിവയാണവ. മറ്റെല്ലാ ഭാവങ്ങളും ഇവയുടെ ഉപവിഭാഗങ്ങളോ കോമ്പിനേഷനുകളോ ആയിരിക്കും. സന്തോഷം പോസിറ്റീവ് ഇമോഷനുകളുടെ ഭാവങ്ങളുടെ ഒരു വിഭാഗമാണെന്ന് വേണമെങ്കിൽ പറയാം. തീവ്രതയ്ക്കും സന്ദർഭത്തിനുമനുസരിച്ച് സന്തോഷത്തിൽ തന്നെ മുഖത്ത് കാണുന്ന ഭാവങ്ങൾ വ്യത്യസ്തമായിരിക്കാം. എന്നിരുന്നാലും സന്തോഷം വരുമ്പോൾ പൊതുവെ മുഖത്ത് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വായുടെ ചുണ്ടിൻ്റെ കോർണറുകൾ മുകളിലേക്ക് ഉയരുന്നു. വായ ഒരു യു ആൽഫബറ്റിൻ്റെ ഷേപ്പിൽ താഴോട്ട് വളയുന്നു. ചില അവസരങ്ങളിൽ വായ തുറന്നിരിക്കാം. ഉദാഹരണം പൊട്ടിച്ചിരി. അപ്പോഴും കീഴ്ചുണ്ടിൽ യു ഷേപ്പ് കാണാവുന്നതാണ്. പുരികം വില്ലുപോലെ വളഞ്ഞു ഉയരുന്നു. കണ്ണുകൾ അല്പം ചിമ്മുന്നു, ചുരുങ്ങുന്നു. കണ്ണിന് ചുറ്റും, പ്രത്യേകിച്ച് പുറത്തെ കൺകോർണറുകളിൽ ചുളിവുകൾ പ്രത്യക്ഷപ്പെടുന്നു. ക്രോസ് പോ എന്നാണ് ഇതിനെ പറയുന്നത്. കവിളുകൾ ഉയരുന്നു. അതിനാൽ മൂക്കിൻ്റെ വശങ്ങളിൽ നിന്ന് ചുണ്ടിൻ്റെ കോർണറുകളിലേക്ക് മടക്കുകൾ പ്രത്യക്ഷപ്പെടുന്നു. കണ്ണിന് തൊട്ട് താഴെയും മടക്കുകൾ പ്രത്യക്ഷപ്പെടുന്നു. മൂക്കിൻ്റെ വിങ്സ് 2 വശങ്ങളിലേക്കും വലിഞ്ഞിരിക്കും. ദുഃഖം, താഴ്ന്ന പുരികങ്ങൾ, താഴ്ന്ന ചുണ്ടിൻ്റെ കോർണറുകൾ, നെറ്റിയിൽ മടക്കുകൾ, മലയാളം റ അക്ഷരം പോലെയുള്ള വളഞ്ഞ വായ, കണ്ണുകൾ പാതി അടഞ്ഞ രീതിയിലോ നനഞ്ഞു തിളങ്ങുന്ന രീതിയിലോ ആയിരിക്കും. കൃഷ്ണമണി താഴോട്ട് നോക്കുന്ന രീതിയിലോ നിസ്സഹായമായി നേരെ നോക്കുന്ന രീതിയിലോ ആയിരിക്കും. വായ അല്പം തുറന്നിരിക്കാം. കവിളുകൾ താഴ്ന്നിരിക്കും. ഇതാണ് ദുഃഖഭാവം വരുന്ന സമയത്ത് മുഖത്ത് വരുന്ന മാറ്റങ്ങൾ.
ദേഷ്യം വരുന്ന സമയത്ത് പുരികങ്ങളുടെ ഉൾഭാഗത്തെ അറ്റങ്ങൾ താഴ്ന്ന് ഭ്രൂമധ്യഭാഗത്ത് കൂട്ടിമുട്ടുകയോ അടുത്തു വരികയോ ചെയ്യുന്നു. ഭ്രൂമധ്യഭാഗത്ത് കുത്തനെ ചുളിവുകളും കാണാൻ സാധിക്കും. ചുണ്ടിൻ്റെ കോർണറുകൾ താഴ്ന്ന് വായ വളഞ്ഞ് വലിഞ്ഞു മുറുകിയ രീതിയിലായിരിക്കും. പല്ലുകൾ കടിച്ചു പിടിച്ച രീതിയിലായിരിക്കും. മൂക്ക് വിടർന്നിരിക്കും. ചില സമയത്ത് വായ അല്പം തുറന്നിരിക്കാം. ഭയം വരുന്ന സമയത്ത് പുരികങ്ങളുടെ ഉൾഭാഗത്തെ അറ്റം മുകളിലോട്ട് ഉയർന്നിരിക്കും. രണ്ട് പുരികങ്ങളും കൂടി നോക്കുകയാണെങ്കിൽ ഒരു ആർച്ച് ഷേപ്പ് ആയിരിക്കും. കണ്ണുകൾ തുറിച്ചിരിക്കും. കൃഷ്ണമണി ചുരുങ്ങിയിരിക്കും. കണ്ണിൻ്റെ വെള്ള കൂടുതൽ കാണാൻ സാധിക്കും. വായ അല്പം തുറന്നിരിക്കും. ചുണ്ടിൻ്റെ കോർണറുകൾ താഴ്ന്നിരിക്കും. ചുണ്ട് താഴോട്ട് വലിഞ്ഞ് അല്പം തുറന്ന രീതിയിലായിരിക്കും. ഏതാണ്ട് ദുഃഖത്തിന് സമാനമായ ഭാവം തന്നെയാണ് ഭയം. അത്ഭുതം. വില്ലുപോലെ ഉയർന്നു പൊങ്ങിയ പുരികങ്ങൾ, വലുതായി തുറന്നു തുറിച്ച കണ്ണുകൾ, ഓ ആൽഫബറ്റിൻ്റെ ആകൃതിയിൽ തുറന്ന വായ, അല്പം താഴ്ന്ന താടി. ഇതൊക്കെയാണ് അത്ഭുതം പ്രകടിപ്പിക്കുന്ന സമയത്ത് മുഖത്ത് വരുന്ന മാറ്റങ്ങൾ. വെറുപ്പ് വരുന്ന സമയത്ത് പുരികങ്ങൾ താഴ്ന്ന് മധ്യഭാഗത്ത് കൂടിയിരിക്കും. ചുളുങ്ങിയ കണ്ണുകൾ, ചുളുങ്ങിയ മൂക്ക്, വായ അല്പം തുറന്നിരിക്കാം. ചുണ്ടുകൾ വളഞ്ഞു പുളഞ്ഞ രീതിയിലായിരിക്കും.
നെറ്റിയിൽ ചുളിവുകൾ കാണാം. കവിളുകൾ ഉയർന്ന് താഴത്തെ കൺപോളകൾ ചിമ്മിയ രീതിയിലായിരിക്കും. ഏതാണ്ട് ദേഷ്യത്തിന് സമാനമായ ഒരു ഭാവമാണ് വെറുപ്പ്. മുഖഭാവങ്ങൾ പലപ്പോഴും അതിശയോക്തി കലർത്തി എക്സാജറേറ്റ് ചെയ്ത് കാണിക്കാറുണ്ട്. ഉദാഹരണത്തിന് കോമിക്സുകൾ, കാരിക്കേച്ചറുകൾ എന്നിവ വരയ്ക്കുന്ന സമയത്ത്. ഇതിനു വിപരീതമായി പോർട്രേറ്റുകളിലും മറ്റു പെയിൻറ്റിങ്ങുകളിലും ലളിതമായ വളരെ സബ്റ്റിലായിട്ടുള്ള മുഖഭാവങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. മുഖഭാവങ്ങൾ പലപ്പോഴും വിവിധ ഭാവങ്ങളുടെ കോമ്പിനേഷനുകളായിട്ടാണ് പ്രകടിപ്പിക്കാറുള്ളത്. ഉദാഹരണത്തിന് ഭയത്തോടു കൂടിയുള്ള അത്ഭുതം, സന്തോഷത്തോടു കൂടിയുള്ള അത്ഭുതം, ദുഃഖത്തോടു കൂടിയുള്ള ദേഷ്യം എന്നിങ്ങനെ. സൂക്ഷ്മമായ നിരീക്ഷണ പാടവത്തിലൂടെയും നിരന്തരമായ അഭ്യാസത്തിലൂടെയും മുഖഭാവങ്ങൾ വരയ്ക്കുവാനുള്ള കഴിവ് നമുക്ക് വളർത്തിയെടുക്കുവാൻ സാധിക്കും. സ്വന്തം മുഖം കണ്ണാടിയിൽ നോക്കിയോ വ്യത്യസ്ത ഭാവങ്ങളിലുള്ള മുഖത്തിൻ്റെ ഫോട്ടോഗ്രാഫുകൾ നെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുത്തോ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്.